പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ 11:34 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അവനെ വച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്നു കാണുക എന്നവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. വേർപാട് വേദനയാണ്. അത് പ്രിയപ്പെട്ടവനാണെങ്കിൽ നാം നിയന്ത്രണം വിട്ട് കരയും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ലാസറിൻ്റെ കല്ലറയിൽ കരയുന്നവരുടെ കൂടെ കരയുന്ന യേശുവിനെ നാം കാണുന്നു. നാം നേരിടുന്ന വിഷയങ്ങളിൽ നമ്മുടെ ദുഃഖത്തിൽ നമ്മോട് ചേർന്ന് കൂടെ നിൽക്കുന്ന മനസ്സലിവുള്ള മനുഷ്യപുത്രനായ യേശു. അന്നും ഇന്നും അതങ്ങനെ തന്നെയാണ്. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇന്ന് ഇതിലൂടെ പരിശുദ്ധാത്മാവിന് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. യേശുവിന് പ്രിയപ്പെട്ടവനായ ലാസർ മരിച്ചു, ലോകപ്രകാരം അടക്കം ചെയ്തിരിക്കുന്നു. ഇനി അവൻ കർത്താവിൻ്റെ വരവിൽ കാകളതുനിയെങ്കിൽ എഴുന്നേൽക്കും, അതുവരെ നിദ്രയിൽ. എന്നാൽ സ്വർഗത്തിൻ്റെ നിയമപ്രകാരം അവൻ ഇനിയും ഭൂമിയിൽ ജീവിക്കണം. കാലം കഴിഞ്ഞിട്ടില്ല. അവനിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. എങ്കിൽ പിന്നെ മരിക്കാൻ അനുവദിക്കാതെ രോഗിയായിരുന്നപ്പോൾ തന്നെ സൗഖ്യമാക്കാമായിരുന്നില്ലേ? അതിലൂടെയും ദൈവനാമം മഹത്വപ്പെടുമായിരുന്നല്ലോ. ലാസർ രോഗിയാണെന്നറിഞ്ഞിട്ടും മരിച്ച് 4 നാൾ കഴിഞ്ഞിട്ടാണ് യേശു ശിഷ്യന്മാരുമായി അവിടേക്ക് കടന്നു വരുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് മരണം ഒരു അവസാനമല്ല. വിശ്വാസിക്കും അവിശ്വാസിക്കും തൻ്റെ അടുത്ത നിത്യമായ ജീവിതം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു അല്പകാല വിശ്രമം മാത്രം. തുടർന്നുള്ള ന്യായവിധിയുടെ തീർപ്പിൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് സ്വർഗമോ നരകമോ എന്ന് തീരുമാനമാകൂ. കുത്തുന്ന കൊമ്പുകളുള്ള കോലാടുകൾ നിറഞ്ഞ ലോകത്തിലേക്ക് അയക്കേണ്ടുന്ന കുഞ്ഞാടുകളാണ് തൻ്റെ കൂടെയുള്ളതെന്നും അവരുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തി വർദ്ധിപ്പിച്ചേ മതിയാവൂ എന്നറിയുന്ന യേശു വ്യക്തമായി യോഹന്നാൻ 11:14 ശിഷ്യന്മാരോട് പറയുന്നു. ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാവുമല്ലോ എന്ന്. ഇത് കേട്ട തോമസ് അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറയുന്നു. അവരുടെ മനസ്സ് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നുവെന്ന്. യേശുവിൻ്റെ കൂടെ സദാസമയവും എല്ലാത്തിനും കൂടെയുള്ളവർക്ക് പക്ഷേ ഉള്ളിൽ വിശ്വാസമില്ല. വിശ്വസിക്കുന്നുവെന്ന് നടിക്കുന്ന അവിശ്വാസത്തിൻ്റെ കൈപ്പുള്ള വേര് പടർന്നു പിടിച്ചിരിക്കുന്നു. വിശ്വാസകൊള്ളത്തിൻ്റെ അഥവാ നമ്മുടെ തന്നെ ഒരു പ്രതിനിധി. മറിയം യേശു നിന്നിടത്ത് വന്ന് അവൻ്റെ കാൽക്കൽ വീണ് പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. യേശു ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. ഇതാണ് നമ്മുടെ ധ്യാന വിഷയം. അവനെ എവിടെയാണ് വച്ചിരിക്കുന്നത്? ഈ ചോദ്യം മരിച്ചവൻ്റെ രക്തബന്ധങ്ങളോടും അവിടെ കൂടിയിരുന്ന യഹൂദന്മാരോടുമാണ് അന്ന് തനിക്ക് പ്രിയപ്പെട്ടവനെ അടച്ചു വെച്ചവരോടാണ് ചോദിച്ചതെങ്കിൽ ഇന്ന് നാം ഓരോരുത്തരോടും ചോദിക്കുന്നു, നിന്നെ എവിടെയാണ് നീ അടക്കിയിരിക്കുന്നത്? വ്യക്തിയോടും കുടുംബത്തോടും സഭയോടുമാണ് ചോദ്യം. വിശ്വസ്തയോടെ കാപ്പാൻ ഏൽപ്പിച്ചവരെ, സഭയെ, കുടുംബത്തെ എവിടെയാണ് അടക്കിയിരിക്കുന്നത്? ആത്മീയ അവയവങ്ങൾക്ക് കാഴ്ചയും കേൾവിയും രുചിയുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരീരം മുഴുവൻ ശീലകളാൽ ബന്ധിക്കപ്പെട്ടും ഇരിക്കുന്നു. എന്താണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്? നീ വിളിച്ചപ്പോൾ ഞാൻ കേൾക്കാതിരുന്നതോ? ആളെ വിട്ടറിയിച്ചപ്പോൾ നിന്റെ സമയത്തിന് ഞാൻ വരാതിരുന്നതോ? നീ അല്പം ക്ഷമിച്ചിരുന്നെങ്കിൽ, വിശ്വസിച്ചിരുന്നെങ്കിൽ, സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഓടി വരില്ലായിരുന്നു. എങ്കിലും ഞാൻ വരുന്നത് തക്ക സമയത്ത് തന്നെയാണ്. നീ മരിച്ചിട്ടില്ല. നിന്നെ ആർക്കും അടക്കി മൂടിവെക്കാൻ കഴിയുകയുമില്ല. ഞാൻ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് നിന്നെ വിശ്വസിപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തെയും എൻ്റെ സഭയെയും വിശ്വസിപ്പിക്കുവാൻ ഞാൻ നിന്റെ നഷ്ടപ്പെട്ട കാഴ്ചയും കേൾവിയും തിരികെ തരും. നിന്റെ നാവിനെ ഉപ്പിനാൽ രുചി വരുത്തിയതാക്കും. നിന്നിലൂടെ എൻ്റെ നാമം മഹത്വപ്പെടും. മരിച്ച അനേകരെ എൻ്റെ നാമത്തിൽ നീ പുറത്തു കൊണ്ടുവരും. നിന്റെ മുന്നിൽ ആദ്യം കല്ലുരുട്ടി വയ്ക്കുന്നത് നിനക്കേറ്റം വേണ്ടപ്പെട്ടവർ തന്നെയാകും. നീ സ്ഫുടം ചെയ്യപ്പെട്ട് ശോഭയോടെ പുറത്തു വരാൻ അത് ആവശ്യവുമാണ്. നിന്നെ അടക്കിയവരോട് ഞാൻ കൽപ്പിക്കും. നിന്റെ കല്ലറയുടെ വെളിയിൽ കല്ലുരുട്ടി വെച്ചവനോട് ഞാൻ കൽപ്പിക്കും കല്ലുരുട്ടി മാറ്റാൻ. നിന്റെ ബന്ധനത്തിൻ്റെ കയറുകളെ ഞാൻ അഴിപ്പിക്കും. നിന്നെ ദുഷിച്ചവരുടെ മുമ്പിൽ വിശേഷ സുഗന്ധമാക്കി നിന്നെ ഞാൻ നിർത്തും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് നിന്നെക്കൊണ്ട് തന്നെ സാക്ഷ്യം പറയിക്കും. ലാസർ മരിച്ചത് ദൈവനാമ മഹത്വത്തിനായിരുന്നു. അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ആത്മാവിൽ മരിച്ചവരെ ജീവിപ്പിക്കാനുമായിരുന്നു. ഇവിടെ കരയുന്നവരുടെ കൂടെ യേശു കരയുക മാത്രമല്ല, അടക്കം ചെയ്തവനെ ഉയർപ്പിക്കുവാൻ പിതാവിനോട് പക്ഷപാതം ചെയ്യുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. അന്ന് നടന്ന അതേ പ്രവൃത്തി ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
ജീവനില്ലാത്ത വിശ്വാസം അത് അവിശ്വാസത്തിൻ്റെ കുഴിമാടത്തിൽ നാം നമ്മെ തന്നെ സ്വയം അടക്കം ചെയ്യുന്ന അവസ്ഥയാണ്. ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഈ മനസ്സിനാണ് യഥാർത്ഥത്തിൽ രൂപാന്തരത്തിൻ്റെ ആത്മീയ തേജസ് വെളിപ്പെടേണ്ടത്. ഇരുട്ടിൻ്റെ ചങ്ങലകളാൽ ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന നമ്മെ ഒരിക്കൽ എല്ലാ തടസ്സങ്ങളും നീക്കി പുറത്തു കൊണ്ടുവന്നതാണ്. വീണ്ടും അതേ അവസ്ഥയിലേക്ക് നാം പോകരുത്. നമ്മെ പുറത്തു കൊണ്ടുവന്നു സദാസമയം നമുക്കായി പക്ഷപാതം ചെയ്യുന്ന പുത്രനെ പോലെ നമുക്കും ചുറ്റും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേക ജീവിതങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അവർ അടക്കപ്പെട്ടിരിക്കുന്നത് അഥവാ വീണ് കിടക്കുന്നത് എവിടെയെന്ന് കാണിച്ചു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമ്മിൽ നിക്ഷിപ്തമാണ്. നാം അത് ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്തും. അടക്കം ചെയ്യപ്പെട്ട നാറ്റം വെച്ച അനേക ജീവിതങ്ങൾ കർത്താവിൻ്റെ പുറത്തു വരിക എന്ന ജീവൻ്റെ ശബ്ദം കേൾക്കാൻ ഒരു ഉയർപ്പിനായി കല്ലറകൾ ഞരങ്ങി കാത്തു കിടക്കുന്നു. അവരുടെ ഞരക്കത്തിൻ്റെ നിസ്സഹായതയുടെ നിലവിളി ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാമും അവരിൽ ഒരുത്തനെ പോലെ ആണെന്നുള്ള യാഥാർത്ഥ്യം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കരത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. 4 ചുവരുകൾക്കുള്ളിലെ താഴിട്ട ലോക്ക്ഡൗൺ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വൈറസിൻ്റെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ചലനമറ്റ് കിടക്കുന്ന അവസ്ഥയിലാണോ നിന്റെ ജീവിതം? ഭയപ്പെടേണ്ട. ജീവൻ്റെയും പുനരുദ്ധാരത്തിൻ്റെയും അധികാരം കയ്യിലുള്ള യേശു നിന്റെ അരികിൽ വന്ന് കരം പിടിച്ച് നിന്നെ ഉയർത്തും, പുറത്തു കൊണ്ടുവരും നിശ്ചയം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.